ഇടുക്കുവാതിലിലൂടെ കടക്കുവാനുള്ള ക്ഷണമാണ് ഓരോ ക്രൈസ്തവനും കർത്താവിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ വിശാലവും സമൃദ്ധവുമായ വഴികളും ജീവിത അനുഭവങ്ങളുമാണ് ഒരു പരിധിവരെ സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളിൽ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവ പദ്ധതിക്ക് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച മറിയയുടെ സുപ്രധാനമായ ഒരു ജീവിത അനുഭവം, യാത്ര രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. ഈ ഭാഗത്ത് നിറവയറുള്ള മറിയ എന്ന സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒപ്പം തച്ചനായ സാധാരണക്കാരനായ യോസേഫ്. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ് ഈ പശ്ചാത്തലം. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഞാൻ ദൈവത്തിന്റെ ദാസി, ദൈവഹിതം എന്നിൽ ഭവിക്കട്ടെ എന്ന് വിനയപ്പെട്ടുകൊണ്ട് ദൈവഹിതത്തിനായി തന്നെ സമർപ്പിച്ചവൾ, ദൈവഹിതം ഏറ്റെടുത്തവൾ എന്തുകൊണ്ടൊരു പട്ടുമത്തയിലേക്ക് നയിക്കപ്പെട്ടില്ല? പൂവിതറിയ വഴികളിലേക്ക് നയിക്കപ്പെട്ടില്ല? ദുർഘടം പിടിച്ച ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഗർഭകാലത്തിന്റെ അവസാന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈസർ ആജ്ഞാപിച്ച കൽപ്പന പ്രകാരം നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് ഈ കുടുംബം യാത്ര ചെയ്യേണ്ടി വരും. രാഷ്ട്രം അല്ലെങ്കിൽ നിയമം അവർക്ക് പ്രതികൂലമായി. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്കുള്ള യാത്ര ഏകദേശം 90 മൈലോളം അല്ലെങ്കിൽ 150ഓളം കിലോമീറ്റർ വരുന്ന യാത്രയാണ്. വാഹന സൗകര്യങ്ങള്, മറ്റ് ഇതരങ്ങളാകുന്ന സാധ്യതകള് പരിമിതപ്പെട്ട കാലം. പാവപ്പെട്ട ഈ തച്ചന്റെ കുടുംബത്തിന് എന്ത് യാത്രാ സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത? പ്രിയമുള്ളവരെ, വ്യക്തമായി മനസ്സിലാക്കാം, രാഷ്ട്രം, നിയമം ദൈവപുത്രന്റെ ജനനത്തിന് വേണ്ടി തന്നെ വിധേയപ്പെടുത്തിയ മറിയയ്ക്കും കുടുംബത്തിനും എതിരായിരുന്നു. 150 കിലോമീറ്ററോളമുള്ള യാത്ര ദുർഘടം പിടിച്ച പാതകളാണ്. ചതുപ്പ് കുഴികളും കല്ലും പാറകളും നിറഞ്ഞ എത്രയോ ഇടുങ്ങിയ വഴികൾ. പ്രകൃതി പോലും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പോലും അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമസൃഷ്ടങ്ങൾ അനുകൂലമായിരുന്നു? ഇല്ല. പ്രസവത്തിന് വേണ്ടി എത്രയോ വാതിലുകളിൽ മുട്ടി, ഒന്നും തുറക്കപ്പെട്ടില്ല. സത്രങ്ങളൊക്കെ കൊട്ടിയടയ്ക്കപ്പെട്ടു, ഇടമില്ലെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സമസൃഷ്ടങ്ങളും മനുഷ്യര്, മനുഷ്യത്വം, ഇതൊക്കെ അവർക്കെതിരായി തീർന്നു. പ്രിയമുള്ളവരെ, അതാണ് പരിശുദ്ധ വചനത്തിലൂടെ പ്രഥമമായി ഞാൻ ആമുഖമായി ഓർപ്പിച്ചത്. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ശ്രമിക്കും. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവഹിതത്തിനായി വിധേയപ്പെടുമ്പോൾ ദൈവം പൂമെത്തയിലൂടെ അല്ലെങ്കിൽ പൂവഴികളിലൂടെ നയിക്കുമെന്നു. ശോധനയുണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും. നീ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എങ്കിൽ അവിടെയും നിന്നോട് ഇടപെടുന്ന, നിനക്ക് വേണ്ടി ഒരുക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഈ ദൈവം ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല. ആമേൻ.